ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കർഷക ക്ഷേമത്തിനും തദ്ദേശ വികസനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ആഗോള പോരാട്ടം. 19 രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യ. PM സൂര്യഘർ പദ്ധതിയിൽ വൻ നേട്ടം. 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹളം തുടങ്ങി. ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടരുകയായിരുന്നു. ഇതിനിടെ ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെന്റ്മെന്റ് ബിൽ 2026 ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. കർഷകരുടെ വരുമാനവും കാർഷിക സുസ്ഥിരതയും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ സുപ്രധാന നടപടികൾ സ്വീകരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ അറിയിച്ചു. താങ്ങുവില ചട്ടക്കൂടിലൂടെ കരിമ്പ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിക്ക് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി കർഷകർക്ക് 6000 രൂപയുടെ സാമ്പത്തിക സഹായവും മൃഗസംരക്ഷണ, മത്സ്യബന്ധന മേഖലകളിലേക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡും ലഭ്യമാക്കി. PLI പദ്ധതി ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചു. 16ാം ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ഉയർന്ന വിഹിതം നീക്കിവച്ചതായും അടിസ്ഥാന സൌകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 16th Finance Commission has taken both municipalities and also the urban local bodies and the panchayats into their calculation, and the allocation made to the urban local bodies and the municipalities is higher than ever before. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 19 രാജ്യങ്ങളുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്. ഇതിനു പുറമെ 27 രാജ്യങ്ങളുമായി ഉഭയകക്ഷി കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ലഹരിയിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസുമായി ഏകോപിപ്പിച്ച് NCB പ്രതിരോധ നടപടികൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിലൂടെ 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഊർജ്ജ സുരക്ഷിതമായ ഭാവിയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനോടൊപ്പം പൌരന്മാരെ ശാക്തീകരിക്കാനും പദ്ധതിയിലൂടെ സാധിച്ചതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 25,000-ലധികം കെട്ടിടങ്ങളിലും സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള 81,000-ലധികം കെട്ടിടങ്ങളിലും പുരപ്പുറ സൌരോർജ്ജം ഉപയോഗിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. അഴിമതിയിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള ബ്രിക്സ് എക്സ്പേർട്ട് നെറ്റ്വർക്ക് ഓൺ അസറ്റ് റിക്കവറിയുടെ രണ്ടാമത് യോഗവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. യോഗത്തിന് നാളെ സമാപനമാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘകാല സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഫലപ്രദമായ ചർച്ച നടത്തിയതായി ലോക്സഭാ സ്പീക്കർ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മ്യൂൾ അക്കൌണ്ടുകളും ബാങ്ക് അക്കൌണ്ടുകളും കൈകാര്യം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ റിസർവ് ബാങ്കിന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി പരിഹാരം ശക്തിപ്പെടുത്താനും നഷ്ടമായ പണം വേഗത്തിൽ വീണ്ടെടുക്കാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാങ്കുകൾക്കും കോടതി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അസം, മേഘാലയ, പശ്ചിമ ബംഗാളിലെ ഉപഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഛത്തീസ്ഗഡ്, തീരദേശ കർണാടക, ഝാർഖണ്ഡ്, മാഹി, ദക്ഷിണ കർണാടകയിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുമായി ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുണ്ടായിരുന്നത്. ഈ ആഴ്ച അവസാനം വരെ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ഉണ്ടായിരിക്കും. കേരളത്തിൽ മഴക്കെടുതികളിൽ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 18,438 പേരാണ്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ഇടുക്കി ജില്ലയിൽ മണ്ണിടിച്ചിലിന് അയവ് വന്നെങ്കിലും മഴ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത വിനോദസഞ്ചാര വിലക്കുകൾ തുടരുകയാണ്. മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഭൂമി കണ്ടെത്താൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി. ഇടുക്കിയിലെയും മുല്ലപ്പെരിയാറിലെയും നിലവിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെമ്പാടും അതീവ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത മഴയിൽ ജില്ലയിലുടനീളം വ്യാപക നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത്. 14 വീടുകൾ പൂർണ്ണമായും 86 വീടുകൾ ഭാഗികമായും തകർന്നു. പൊതുമരാമത്ത് വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമായി കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കൂടാതെ വ്യാപക കൃഷിനാശവും വൈദ്യുതി ബന്ധത്തിലെ തകരാറുകളും ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാറിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങൾ വിദഗ്ധ സംഘം സംയുക്ത പരിശോധന നടത്തും. മുൻ ബീഹാർ ഗവർണർ DY പാട്ടീലിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. സാമൂഹിക സേവനത്തിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു DY പാട്ടീലെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. പാട്ടീലിന്റെ വിയോഗത്തിൽ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ശ്രീ ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കളടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ധനത്തിൽ മായം ചേർക്കുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ധന ഗുണനിലവാരം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ മായം ചേർക്കുന്നതായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാകില്ല. പാക് സൈന്യത്തിന്റെ അടിച്ചമർത്തലിൽ ജൂൺ മുതൽ 90-ലേറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ വെടിയുണ്ടകളും ഇന്റർനെറ്റ് നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 210 പോയിന്റ് ഇടിഞ്ഞ് 78,428-ലും നിഫ്റ്റി 159 പോയിന്റ് നഷ്ടത്തിൽ 24,614-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കർഷക ക്ഷേമത്തിനും തദ്ദേശ വികസനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ആഗോള പോരാട്ടം. 19 രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യ. PM സൂര്യഘർ പദ്ധതിയിൽ വൻ നേട്ടം. 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി.
രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.